അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാനിന്ന് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്, റിയാദിക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ എന്തായാലും അവിടേക്ക് പോയിട്ടുള്ള വീഡിയോ എന്തായാലും എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും നടക്കില്ല. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. പിന്നെ നമ്മളിതാ ലിപ്സ്റ്റിക്ക്, ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ന്യൂഡ് ഷെയ്ഡാണ്. പിന്നെ ലബെല്ലോൻ്റെ ലിപ് ബാം, പിന്നെ ഒരു പെർഫ്യൂം. എനിക്ക് പെർഫ്യൂം അത്രയ്ക്ക് ഇഷ്ടമില്ല, ഞാൻ കുറച്ച് തന്നെ അടിക്കുള്ളൂ. പിന്നെ ലാക്മിയുടെ സൺസ്ക്രീൻ, പിന്നെ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ. അപ്പോൾ അതാ നമ്മൾ പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് പോകാനുള്ള കാരണം നമ്മളിതാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നാട്ടിലേക്ക് പോകാനായിട്ടോ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ അതിനും കൂടിയിട്ടാണ് നമ്മൾ റിയാദിക്ക് പോണത് കേട്ടോ. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നല്ല സ്കൈയും ക്ലൗഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു കടയ്ക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ വാച്ചും ഇതൊക്കെ നോക്കി. അപ്പോൾ അതിന് നല്ല വാച്ചൊന്നും കണ്ടില്ല. പിന്നെ നെക്സ്റ്റ് കടയ്ക്ക് പോയി, അതൊരു ഡ്രസ്സ് കടയായിരുന്നു. എനിക്ക് ഈ ഒരു ഡ്രസ്സ് നല്ല എസ്തറ്റിക്കായിട്ട് തോന്നി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അത് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് അത് എൻ്റെ സൈസിനല്ലാന്ന്. സോ എനിക്ക് നല്ല സങ്കടമായി ഗൈസ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ആ ഡ്രസ്സ്. നല്ല എസ്തറ്റിക്കായിട്ടുള്ള കുറേ ഡ്രസ്സസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് വന്നു. പിന്നെ നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ കഴിച്ചു. അപ്പോൾ നമ്മൾ നെസ്റ്റോക്കാണ് അടുത്തത് പോണത്. ഇപ്പോൾ നമ്മൾ നെസ്റ്റോക്കാണ് കേട്ടോ പോകണം. ഞാൻ നാട്ടിൽ പോലും നെസ്റ്റോക്ക് ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ നെസ്റ്റോക്ക് പോണത് കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് വാഷ്റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഡ്രസ്സൊക്കെ നോക്കി. നല്ല ഭംഗിയുള്ള കുറേ ഡ്രസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്കാണ് പോണത്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു യെല്ലോ കളർ ഷെയ്ഡ് വരുന്ന ഡ്രസ്സാണ്. പിന്നെ ഈ ഒരു കൂളിംഗ് ഗ്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ വാങ്ങി കേട്ടോ. ഇങ്ങനെ ഈ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു, അത് വാങ്ങിയിട്ടൊന്നുമില്ല, നല്ല കുഴപ്പമില്ലാത്ത സ്റ്റിക്കർ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐസ്ക്രീം കേക്കിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റേ എന്തായിരുന്നു, പോക്കറ്റ് ഷവർമ വാങ്ങി. പിന്നെ ഒരു സംഭവം കൂടി വാങ്ങി. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് സെക്ഷൻസ്ക്ക് വന്നതാണ്. പിന്നെ അടുത്തത് പറയുമ്പോൾ അക്വേറിയത്തിൽ ഇങ്ങനെ എന്തായിരുന്നു അതിന് പറയുക, ഫിഷ് ടാങ്കിൽ കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വേറെ കടയ്ക്ക് പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കാട്ടി ഭംഗിയുള്ള ഡ്രസ്സ് ഇനിയിപ്പോൾ വേറെ കടയിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഞാൻ ഡ്രസ്സ് എടുക്കാണ്ട് വന്നു ഗൈസ്. അവിടെ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് എടുത്തില്ല. എന്നിട്ട് അടുത്ത കടയ്ക്ക് പോയപ്പോഴാണ് ട്വിസ്റ്റ്. അൽ മദീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയ്ക്കാണ് കേട്ടോ പോയത്. അവിടെ അപ്പോൾ നമ്മൾ പോവുകയാണ്. അവിടെ സത്യം പറഞ്ഞാൽ കുറേ ഡ്രസ്സസ് ഉണ്ട്. ബട്ട് എൻ്റെ സൈസിനെ പറ്റിയ ഒരു ഡ്രസ്സ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നതൊന്നും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫ്രോക്ക് പിന്നെ വേറെ ടൈപ്പ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു. ഇതൊന്നും എൻ്റെ സൈസിന് പറ്റിയതല്ല കേട്ടോ. അത് കാരണം എനിക്ക് വാങ്ങാൻ പറ്റില്ല. എനിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി കുറേ കടകൾ ഞങ്ങൾ പോയി. അവിടെ നിന്നൊന്നും എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല. കാരണം നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇടാനായിട്ടുള്ള ഡ്രസ്സ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ എത്രാമത്തെ കടയ്ക്കാണ് ഇപ്പോൾ പോണത്. അപ്പോൾ നെക്സ്റ്റ് കടയ്ക്ക് വന്നു. അവിടെ നിന്നും എനിക്ക് ഡ്രസ്സ് സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കടയിലോട്ട് പോയി. അപ്പോൾ അവിടെ കുറച്ച് ഡ്രസ്സസൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറച്ച് ഓൾഡ് മോഡലാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ നിന്ന് ഒരു ഷർട്ട് എടുത്തിട്ട് വന്നു. പിന്നെ നന്നായിട്ട് വിശന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ബിരിയാണിയും കഴിച്ചു. ഞങ്ങളൊരു ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചു. പിന്നെ നെക്സ്റ്റ് ഒരു പാർക്കിലേക്കാണ് കേട്ടോ ഞങ്ങൾ വന്നത്. നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാർക്കിലോട്ട് വന്നു. ഇതൊരു വലിയൊരു പാർക്ക് മീൻസ് വലിയൊരു ഇതായിരുന്നു. എന്തായാലും കാണാൻ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലെ അങ്ങനെ കുറേ അടിപൊളിയായിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ
അവിടെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ലേ, ഇതാണ് പാർക്ക്. പിന്നെ പാർക്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിലും ഒരു പൈസ കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോയില്ല, വെറുതെ വേണ്ട വിചാരിച്ചു. പിന്നെ പോപ്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുകയാണ് ഗൈസ്. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ്. അപ്പോൾ നൈറ്റ് വ്യൂ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒരു കത്രിക വാങ്ങി, പിന്നെ എന്തൊക്കെ വാങ്ങിയെന്നാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ അത് നമ്മളിങ്ങനെ ഒരു ഇതില്ലേ, എന്താ പറയുക, പിന്നെ കോൾഡ് കോഫി ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യണ ആ സംഭവം വാങ്ങി. പിന്നെ സോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് പെന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പെന്ന് കുറച്ച് ബ്ലാക്ക് പെൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബൗണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ബില്ല്. പിന്നെ ഇതും ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇതായിരുന്നു, നല്ല രസമുണ്ട്. പിന്നെ ലൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോയിട്ട് ഫ്ലൈറ്റിൽ നിന്ന് തിന്നാനാണ്, നാട്ടിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് തിന്നാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഇതാ വാസ്ലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, ബട്ട് ഞാൻ അതൊക്കെ കാണിക്കാൻ മറന്നുപോയി. പിന്നെ ഇതാ നെക്സ്റ്റ് സോപ്പ്. പിന്നെ ഇതാ ഒരു ഷാമ്പു ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്, ഇതാ ഈ ഒരു ഷാമ്പു. പിന്നെ ന്യൂട്രല്ല വാങ്ങി. പിന്നെ ഇതെന്തോ ഒരു സംഭവം, അത് വാങ്ങി. എനിക്കത് ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഡ്രസ്സ്. പക്ഷെ ആ ഒരു ഡ്രസ്സിന് മാത്രം കുറേ വിലയായിട്ടുണ്ടായിരുന്നു. നമ്മൾ മൊത്തത്തിലുള്ള ഒരു ബില്ല് ഇതാണ് ഗൈസ്. നമ്മൾ സാധനം മാത്രം കാണിച്ചു തന്നാൽ പോരല്ലോ, അതിൻ്റെ ബില്ലും കൂടി കാണിച്ചു തരേണ്ടേ പറഞ്ഞിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ കടയിൽ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഐസ്ക്രീം. ബട്ട് ഇത് വീട്ടിലെത്തിയപ്പോൾ ആകെ അലിഞ്ഞ് ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് പാൻറ്റൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് ഉമ്മാക്ക് വാങ്ങിയൊരു ടോപ്പ്. പിന്നെ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു എസ്തെറ്റിക്കായുള്ള ടോപ്പ്, ബട്ട് എൻ്റെ സൈസിനല്ല ഗായ്സ്. പിന്നെ ഇതായി ഒരു കൂളിംഗ് ഗ്ലാസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്.